അപ്പോൾ അത് അല്ല അല്ലേ പണിക്കറ കർക്കിടകം ഇവന്മാരുടെ എങ്ങനെയും രക്ഷപ്പെടാനുള്ളൊരു വഴി കാണിച്ചു തരണേ ദൈവമേ ചിങ്ങം കന്നി. അല്ല നിങ്ങൾ ഈ എന്നോട് പറയാത്ത എന്തെങ്കിലും ആ പോകുന്ന വഴിക്ക് നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്നാലോചിച്ച് നോക്കിയേ. ആ അതെ അവിടെ ഉണ്ട് എന്തോ പറയാൻ പോകുന്നു. പൈസ എനിക്ക് വേണം. അല്ല ദിനേശ് ചേട്ടാ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ 9 അമ്പലത്തിൽ കരിന്തട്ടൻ്റെ തിരുനെല്ലി പോകുന്ന വഴി 9-ാം വളവിന്റെ അടുത്ത് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കരിത്തണ്ട സഖാവിന്റെ അടുത്തൊന്ന് നിർത്തി. വെറുതെ അല്ല ബിജുവേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ആ ഭാഗിച്ച പ്രേതങ്ങളെ കൊണ്ട് പോകുമ്പോ എവിടെ നിർത്തരുതെന്ന്. അത് ഞങ്ങളെ സഖാവാ കരിന്തണ്ടേ, അവിടെ ഇറങ്ങി 2 മുദ്രാവാക്യം വിളിക്കാൻ ആൾക്കെന്താണ്? അതിലെന്താണോ കുഴപ്പമിപ്പൊ എനിക്കല്ല. അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു കയറിയപ്പോ കൂടെ ഇറങ്ങിയവരെല്ലാം തിരിച്ചു കയറിയെന്ന് എന്താ ഉറപ്പ്? ചിന്തമംഗലത്തേക്ക് തിരിച്ചു പോന്ന ആ 13-അവനെ ആവാഹിച്ച് പറഞ്ഞയച്ചില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. സൂക്ഷിച്ചോ. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. അടുത്ത 2 ദിവസത്തിൽ പൈസ വീട്ടിൽ എത്തിച്ചോളണം. അല്ലെങ്കിൽ 2 ആവാനം ഞാനായിരിക്കും നടത്തണം കേട്ടാ. വണ്ടി എടുത്തേ. എന്തെങ്കിലും മറന്നോ? ഇത് കഴിഞ്ഞില്ലേ? ഒരേ അടിയാ. ആയിട്ടില്ല. ഞങ്ങൾക്ക് ഒരാളുകൂടി വരാനുണ്ട്. ഒന്ന് വിളിച്ചോക്ക്. നേരത്തെ വരാന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര ഉണ്ടോ? വന്നല്ല. ഇയാളെന്താണ് തിരിഞ്ഞു കളിക്കുന്നത്? അതെ, എല്ലാവരും അവിടെ കാത്തേക്ക് അങ്ങോട്ട് വാ. ദിനേശേ വാ. ബോംബുണ്ട് എടുക്കട്ടെ. ഒന്നുകൊണ്ട് നിൽക്കും തോന്നില്ല. കവടിയും പോലെ എടുത്തു. ഇതെന്താ ചെസ് ബോർഡാ? എന്നാ വരട്ടെ. എന്തേ? അല്ല അവിടെ ഈ തടസ്സം ഇങ്ങനെ എന്താണ് കബഡി എടുക്കാൻ പറഞ്ഞ കബഡി കളിക്കുന്നത്?
അല്ല ഈ സമയം സമയം കുറെ വൈകി അങ്ങോട്ട് നടക്ക്. പിന്നെ എന്താണ് നിങ്ങൾ മണവാളല്ല കണിയാനാണ്, അങ്ങോട്ട് നടക്ക്. ഇങ്ങോട്ട് കളി വേഗം നടക്ക്. നീ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. വാ, എവിടേക്ക് ചെല്ലടാ. അതെ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. ഓക്കെ. എന്റെ പൊന്ന് കണിയാൻ അവിടെ നെച്ചെടുത്ത് കളിക്കാതെ കാര്യം പറ. എനിക്ക് ലോട്ടറി എടുക്കാൻ പോകണില്ല. കണ്ടില്ലേ, കറക്റ്റാ. ചിങ്ങമാസം 23-ാം തീയതി, അതായത് 12-ാം തീയതി ഞായറാഴ്ച 11:50 12:15 ശുഭമുഹൂർത്തമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പിക്കല്ലോ. 12 പറ്റൂല. 12-ാം തീയതി നമ്മളെ പാർട്ടിന്റെ റാലി ഇല്ലേ? 12 നടക്കൂല. 12 ഞങ്ങളെ പാർട്ടിയുടെ റാലിയിലാണ്. അടുത്ത ദിവസം പിടിച്ചോ. അത് അവനെ 13 അങ്ങോട്ട് ഉറപ്പിക്കാം. എന്തേ? അയ്യേ 13 മോശം ദിവസമാണ്. ആണോ? പിന്നെ അതെ, 13 വേണ്ട, മോശം ഡേയാ. വേണ്ട. എന്നാ പിന്നെ 14 ചൊവ്വാഴ്ച. എന്തേ? ചൊവ്വാഴ്ച വേണ്ട. ചൊവ്വാഴ്ചത്തിനകത്ത് നല്ലൊന്നുമല്ല. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും ആദ്യം ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് ഞാൻ കാണിക്കാം. അല്ല പിന്നെ ഞാൻ വിളിച്ചിരുന്നു. എന്താ കോൾ എടുക്കാഞ്ഞ്? എന്നോട് ദേഷ്യമാണോ? മുഹൂർത്തം കാണാതെ എങ്ങനെയാ? അല്ല, അങ്ങനെ നേരവും കാലമൊന്നുമില്ല. ആള് റെഡി ആണെങ്കിൽ ഒരു ചുവന്ന രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു, ഒന്ന് അങ്ങോട്ട് അണിയിക്കുന്നു, പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം. ഇനി റിച്ച് ആക്കണമെങ്കിൽ കുറച്ച് പരിപ്പ് കൂടെ. എന്തേ? ചേമ്പ് കളഞ്ഞിട്ട് പോയാലോ? അല്ല പിന്നെ പോയില്ല. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേണ്ടേ? പാലാരിവട്ടം പാലമാണോ ഉദ്ദേശിച്ചത്? കോമഡി. നിങ്ങൾ വെറുതെ അന്ധവിശ്വാസം എല്ലാം പറഞ്ഞ് ഡേറ്റ് മാറ്റി കളിക്കാണ്ട് ഒരു തീരുമാനത്തിലെത്ത്. നിങ്ങൾക്കില്ലെങ്കിലും ചെറുക്കന് ഇതിലേക്ക് നല്ല വിശ്വാസമുണ്ട്, അതെനിക്കറിയാം. ജോത്സരെ അനാവശ്യം പറയരുതേ, ഞങ്ങൾ അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരാ. എന്താവശ്യം? നിങ്ങൾക്ക് ചെയ്യാം. ഇവിടുത്തെ കുട്ടി പറഞ്ഞിട്ടില്ലേ, ഇവരെയും കൂട്ടി ഈ കുട്ടി അവനെയും കൊണ്ട് എന്റെ അടുത്ത് ഗണിക്കാൻ വന്നത് അല്ലേ? എപ്പോ ഇയാൾ എന്തൊക്കെയോ പറയേ. ഞാനിപ്പോ പറയിപ്പിക്കാട്ടോ. അല്ലേ കുട്ടി? പറ കുട്ടി. നമ്മരെ കുട്ടി ആവാഹനം ചെയ്തെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കാശ് വാങ്ങിച്ചാൽ നീരെടുത്തണ്ടി. അയ്യോ അമ്മേ, ഒരു ചിരി. കാര്യം ഞാൻ ആ കണിയാനെ വിളിച്ചിരുന്നു. അയാള് പറഞ്ഞ പോലെ ആ ഒരു ആത്മാവിനെയും കൂടി ആവാഹിച്ചാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്ന എനക്കും തോന്നുന്നു. ആവാഹിച്ചാൽ എന്താണ് ഈ പൊട്ടിക്കിടക്കണ വീട് തിരിച്ചു വരും? ഇല്ലാത്ത പൈസ കൊണ്ടാണ് ഞാനിത് ചെയ്തത്. നിന്റെ ഒറ്റ ആളുടെ വാക്ക് കേട്ടിട്ടാ പിന്നെ ആവാഹിക്കാൻ നടക്കും. ദിനേശേട്ടാ നിക്ക്. ദിനേശേട്ടാ ഞാൻ പറയുന്നു ഒന്ന്. എടി നീ എവിടെയായിരുന്നു? അവിടെ ആ കുഴപ്പമായി. രണ്ടെണ്ണത്തിന് കിട്ടുമ്പോ എന്താ സുഖം കാണാൻ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നമസ്കാരം. എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നില്ലേ പരിപാടി? സന്ധ്യാനാമം ജപിക്കാൻ പറയുന്നതിന് പകരം 4 ഇംഗ്രാബ് വിളിച്ചൂടേന്ന് പറഞ്ഞോനെ അപ്പൊ ഹോമം ചെയ്ത് പിടിക്കാൻ നോക്കുന്നത്. 13 ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയോലും. അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേളപ്പെട്ടനാ. പോലീസും പട്ടാളവും ഒന്നിച്ച് തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പോ തീയിട്ട് പേടിപ്പിക്കുന്നത്.
ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് ഓ മന്ത്രവാസത്തിന് ഇറങ്ങിക്കുന്നു നാണല്ലാത്ത. വിളിച്ചോണ്ട് പോകുന്നുണ്ടോ അമ്മ കിടത്താൻ? മനുഷ്യനെ മനസ്സമാനം കളയാനായിട്ട്. ഞാൻ പറയുമ്പോ മാത്രം ഓന് മനസമാധാനം കേട്ടു. ആ ഞാൻ എണീറ്റോളായിട്ട് പോട്. വേണ്ട വേണ്ട ഓരോരോ പണി. ഒന്ന് എണീക്കമ്മേ. ഓ എന്നെ ഇവിടെ ഞാൻ അങ്ങ് എണീറ്റോളൂ. ഓളൂ ഓഞ്ചു വെച്ച് കൈ കൊണ്ടുണ്ടാ. നീ കൈ വിട്ട ഞാൻ അങ്ങ് കിടക്കും. എന്ത് സാധനം? ദിനേശ, ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലേ നിനക്കത് വിട്ടൂടെ? വീട്ട് ആ ഒരു മിനിറ്റ് വിട്ടുവാ. എന്തേ? ഒരു കാര്യം പറയട്ടെ. എങ്ങോട്ടാ കേക്കേ? ഒരാൾ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ തന്നതെന്നൊക്കെ മനസ്സിലായില്ലേ? കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി മണലിറക്കാൻ വരരുത്. ഒരു ദിനേശ നാളെ പാർട്ടി പിന്നെ ഞാൻ പോന്നേ. എടാ നിക്ക്, ഞാൻ വരുന്നേ. ഞാൻ എത്ര നേരം വിളിക്കുന്നത്? എനിക്ക് സംസാരിക്കാൻ വയ്യ നിന്നോട്. ദിനേശേട്ടാ, ഞാൻ പറയുന്ന ഒന്ന്. എൻ്റെ ഇത്രയും കാലത്ത് സകല ആദർശം ഞാൻ പണയം വെച്ചാണ് ഇമാതിരി പണിക്കിറങ്ങി തിരിച്ചത്. കടത്തിന്റെ മേളിൽ കടമായിട്ട് നിൽക്കുകയാണ് ഞാനിപ്പോ. സോറി, ഞാൻ ദിനേശേട്ടന്റെ മനഃപൂർവ്വം നാണം കെടുത്ത പണി ചെയ്യിപ്പിച്ചാൻ തോന്നുന്നുണ്ടോ? നിനക്കൊരു സോറി പറഞ്ഞങ്ങ് പോയാ മതി. സത്യം പറയട്ടെ, എനിക്കിപ്പോ നിന്നോടൊന്നും തോന്നുന്നില്ല. എല്ലാം മതിയായി, എല്ലാം. നിനക്ക് കിടക്കാനായില്ലേ? വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഓരോ ഏടാ കൂടെ ഒപ്പിച്ചു വെക്കും.
Delidos Comrada.